നല്ലതിനു വേണ്ടിയുള്ളൊരു മാറ്റം എപ്പോഴും നമ്മൾ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ഭരണഘടനയുടെ കമ്മിറ്റിയുടെ പ്രശ്നങ്ങളും ഒക്കെ എല്ലാവരും ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ അതിൽ കൂടുതൽ സ്ത്രീകൾ വരണം എന്ന് എല്ലാവരും ആഗ്രഹിച്ചു. ഈ പ്രാവശ്യം അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. നോക്കാം. ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടനയെ പറ്റി ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, അതിൻ്റെ പേര് അമ്മ എന്നാണ്. അതിൽ നിന്ന് മാറി നിൽക്കാൻ ആർക്കും കഴിയില്ല. കാര്യം ആ സംഘടന ചെയ്യുന്നത്, അതിൻ്റെ അംഗങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് അത്രയും നല്ല കാര്യങ്ങളാണ്. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ടോ ഒരു ടൈം പീരീഡിലുണ്ടായ വിഷമങ്ങൾ കൊണ്ടോ ഒക്കെ മാറുന്നവരുണ്ടാവും. അപ്പോൾ എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരണം. ഇപ്പം ഞാൻ അമ്മയുടെ മെമ്പറായിട്ട് ഏകദേശം 13 വർഷമായി. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ആസ്വദിച്ചിരുന്ന ഒരു ഐക്യവും ഒരു കുടുംബത്തിൻ്റെ അറ്റ്മോസ്ഫിയറും ഒക്കെ ഉണ്ടായിരുന്നു. അതിലേക്ക് തിരിച്ചെത്തും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഈ പ്രാവശ്യത്തെ കമ്മിറ്റിയും അതിലുള്ള അംഗങ്ങളും പ്രസിഡൻറ്റും എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ പഴയൊരു പ്രതാപത്തിലേക്കും സ്നേഹത്തിലേക്കും ഒക്കെ ആ കുടുംബം തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. ഒരു MLA ഭവന പദ്ധതിക്ക് ഇടാൻ പറ്റിയ ഏറ്റവും നല്ല പേരുകളിലൊന്നായിരിക്കും സ്മൈൽ എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ ഒരുപാട് പേരുടെ പുഞ്ചിരി കാണാൻ പറ്റി. അമലിനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ് ഒരു വീട് വെക്കുന്നതെങ്കിൽ ഒരു നാട് മുഴുവൻ അതിനു വേണ്ടി ഒന്നിച്ചു വരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതെല്ലാം എൻ്റെ കുടുംബക്കാരാണെന്നാണ്. അപ്പോൾ ഇത്രയും സന്തോഷം ഉണ്ടാകുന്ന ഒരു വേദിയിൽ, ഒരു അവസരത്തിൽ എത്താൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. രാഹുലിനെ വർഷങ്ങളായിട്ട് അറിയാം. രാഹുലിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടും പ്രത്യേകിച്ച് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ചെറുപ്പക്കാരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ നമുക്ക് വരണം എന്നുള്ളതും അവരുടെ പദ്ധതികൾ നടപ്പിലാവണം എന്നുള്ളതും അവർ മുന്നിൽ നിന്ന് നയിക്കണം എന്നുള്ളതും ഒക്കെ. അപ്പോൾ തീർച്ചയായിട്ടും രാഹുലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്ത്യയിൽ പോലുള്ളൊരു ഗ്രൂപ്പ് വരുമ്പോൾ, ഇതിൻ്റെ പ്രാക്ടിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ അത് തീർച്ചയായിട്ടും 100% അതിൻ്റെ കംപ്ലീഷനിലേക്ക് എത്തും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. ഇപ്പോൾ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെയാണെങ്കിൽ ജനുവരി 1-ാം തീയതി ഈ വീട്ടിലേക്ക് അമലിനും അമ്മയ്ക്കും കയറി താമസിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ്. അപ്പോൾ ആ ഒരു സന്തോഷം എല്ലാവരുടെയും കൂടെ ആഘോഷിക്കാനാണ് ഇന്ന് എത്തിയത്. താങ്ക് യു.